Praise the Lord. ഒന്ന് പറഞ്ഞേ, പോരാ, ഒന്ന് പറഞ്ഞേ. നിങ്ങൾ എന്തു പ്രശ്നവുമായിട്ടാണോ ഇവിടെ വന്നത് അത് ഉയർത്തിപ്പിടിക്കാൻ ദൈവത്തിന് മുമ്പില് കർത്താവിന്റെ നാമത്തിൽ വാക്ക അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കാൻ പോകുകയാണ്. ചങ്ങലകൾ പൊട്ടുവാൻ പോകുകയാണ്. ദൈവത്തിന്റെ കൃപ കുടുംബങ്ങളിൽ വ്യാപരിക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ ശക്തി ജനങ്ങളെ വ്യാപരിക്കാൻ പോകുകയാണ്. എല്ലാവരും ഇരുകരങ്ങളും ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ഇനിയും ഇതൊന്ന് സ്തുതിച്ചേ. ഉയർത്തിപ്പിടിച്ച പ്രശ്നമേ കർത്താവിന്റെ കൃപയാൽ ഇവിടുന്ന് മാറിപ്പോ. ദൈവത്തിന്റെ കൃപയാൽ ഇവിടുന്ന് വിട്ടുപോ. സ്തുതിക്ക. ഹല്ലേലൂയ, ഹല്ലേലൂയ. റിക്കബറ ശാന്തര റിക്കോ റിയാറാര ഹാല 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 ഹാല. ദൈവത്തിന്റെ കൃപയൊഴുകട്ടെ, ദൈവത്തിന്റെ കൃപയൊഴുകട്ടെ. പരിശുദ്ധാത്മാവ് ഇറങ്ങട്ടെ, ആത്മാവിറങ്ങട്ടെ, ആത്മാവിറങ്ങട്ടെ. ചങ്ങലകൾ പൊട്ടട്ടെ, കെട്ടുകൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ. ക്യാൻസറുകൾ മാറട്ടെ, ട്യൂമറുകൾ മാറട്ടെ. സ്തുതിച്ചേ, സ്തുതിച്ചേ. നീ എന്റെ സങ്കേതവും ആമേൻ. നീ എന്റെ കോട്ടയും. സത്യമാണോ? നീ എന്റെ യേശുവിനെ നോക്കിക്കേ. നാഥൻ. ആമേൻ. വലതുകരം ചുരുട്ടിപ്പിടിച്ചേ. നീ എൻ ദൈവം. പുറകോട്ട് യാത്രയില്ലാത്തൊരു ജനത ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ഓ, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടപ്പാകട്ടെ. മുഖം ജീസസ്, ജീവകാലമെല്ലാം യേശു യേശു സേവിച്ചിടും ഞാൻ സർവ്വവുമാ. അടിയനിതാ, അടിയനിതാ, അടിയനിതാ. പാടിക്കേ. അടിയനിതാ. ആമേൻ, ആമേൻ. പാടിക്കേ. Praise the Lord. കൈകൾ താത്തിടുക. അസ്ഥി ഒടിഞ്ഞതിന് ശേഷം ഒന്നെങ്കിൽ നിങ്ങളുടെ ശരീരത്ത് ഒരു എന്താ പറയുന്നത്, ഒരു സ്റ്റീലിന്റെ റോഡാണ് കിടക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കുമ്പോഴെല്ലാം വേദനയാണ്, കഠിനമായ ഭാരങ്ങൾ ഒന്നും ചെയ്യാനാവാത്ത ഒരു വ്യക്തി ഇവിടെയുണ്ട്. മറ്റുള്ളവരെല്ലാം കൈ താത്തിട്ടിട്ട് ആ വ്യക്തി മാത്രം ഒന്ന് കൈയുയർത്തി പിടിക്കാമോ? ശരീരത്ത് ഏതോ തരത്തിലുള്ള ഒരു അപകടത്തിന് ശേഷം എപ്പോഴോ ഉണ്ടായ ഒരു സംഭവം, ഏതോ ഒരു തരത്തിലുള്ള ഒരു പ്രശ്നമുള്ള ഒരു വ്യക്തി ഒന്ന് കൈയുയർത്തി പിടിക്കാമോ? ഒരു അപകടമുണ്ടായ വ്യക്തി ഒന്ന് കൈയുയർത്തി പിടിക്കാമോ? ദൈവത്തിന്റെ മുമ്പിൽ നടക്കാത്ത വ്യക്തി വെറുതെ ഒന്ന് ചാടിക്കോ. ദൈവത്തിന്റെ കൃപയാൽ ഒന്ന് ചാടി നോക്ക. എല്ലാ കാലുകളുടെ വേദനകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കൈ ഉയർത്തി ചാടിക്കേ, കൈകൾ ഉയർത്തി അടിച്ചേ. ദൈവത്തിന്റെ കൃപ ഒഴുകട്ടെ, ഒഴുകട്ടെ. സ്തുതിച്ചേ, സ്തുതിക്ക. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആമേൻ. തേടും നിൻമുഖം യേശുവേ, ജീവകാലമെല്ലാം. യേശു യേശു യേശു. സേവിച്ചിടും ഞാൻ സർവ്വവുമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാരും വലതുകരം ഉയർത്തി. പാടിക്കേ, പാടിക്കേ, പാടിക്കേ. യേശു യേശു യേശു. ആമേൻ, ആമേൻ, ആമേൻ. ഓ ജീസസ്. ഹല്ലേലൂയ. കൈതാത്തിടുക. നാട്ടിൽ ഐസിയുവിന്റെ മുന്നിൽ ക്യൂ നിൽക്കുന്ന കുടുംബത്തോടൊപ്പം ചേർന്ന് ഇവിടെ ധ്യാനം കൂടുന്ന ഒരു വ്യക്തി ഒന്ന് കൈയുയർത്തി പിടിക്കാമോ? നാട്ടിൽ ഐസിയുവിലാണ്, നിങ്ങളുടെ ആരോ ഒരാൾ ഐസിയുവിലാണ്, അതിന് ചേർന്ന് നിങ്ങളുടെ കുടുംബം നിൽക്കുന്നു. നിങ്ങൾ വിഷമിച്ച് ഇവിടെ ധ്യാനം കൂടുന്ന ഒരു വ്യക്തി, ഹോസ്പിറ്റലിൽ എവിടെയോ ഉള്ള ഒരു വ്യക്തി, അതിനെ ഓർത്ത് വിഷമിച്ച് ഇവിടെ നിന്ന് ധ്യാനം കൊടുന്നു. ഒന്ന് കൈയുയർത്തി പിടിക്കാമോ? വ്യക്തി ഒന്ന് കൈയുയർത്തി പിടിക്കാമോ? ആമേൻ, ഹല്ലേലൂയ. സിസ്റ്റർ കയറി നിന്നു. ദൈവത്തിന്റെ കൃപയാൽ ഒന്ന് കൈയുയർത്തിക്കേ.
ഹോസ്പിറ്റലില് ഐസിയുവിൽ കിടക്കുന്ന ഈ മകളുടെ പിതാവ് ദൈവത്തിന്റെ കൃപയാൽ സൗഖ്യപ്പെടണം. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കണം. സ്തുതിച്ചോ, സ്തുതിച്ചോ, സ്തുതിച്ചോ. കൃപയൊഴുകട്ടെ. ആരാധിക്കും സ്തുതിച്ചേ, സ്തുതിച്ചേ. ഹൃദയമോടെ സ്തുതിക്കുക, സ്തുതിക്കുക, സ്തുതിക്കുക. യേശു, യേശു. ഓ യേശു, 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 യേശു. ഹല്ലേലൂയ. ജീസസ്, ജീസസ്, ജീസസ്. ഹാല, ഹാല, ഹാല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ കൃപയാൽ. ഹല്ലേലൂയ. ഓ ജീസസ്. ഹല്ലേലൂയ. സ്തുതിച്ചേ, സ്തുതിച്ചേ. കർത്താവിന്റെ കൃപയാൽ സ്തുതിക്കാം. കെട്ടുപൊട്ടട്ടെ. സ്തുതിച്ചേ. യേശു, യേശു, യേശു. ഹല്ലേലൂയ. Praise the Lord. ശരീരത്തെ ചെറിയ ചെറിയ മുഴകൾ പോലെ ശരീരത്തിന്റെ കൈകളിലും മറ്റു പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്ന ഒരു വ്യക്തി, നിങ്ങളുടെ ശരീരം ഒന്ന് തപ്പി നോക്ക്. മുഴകൾ മാറിക്കൊണ്ടിരിക്കുകയാ. ദൈവത്തിന്റെ കൃപ ഒരു പെരുമഴ പോലെ പെയ്തുകൊണ്ടിരിക്കുകയാ. മുഴകൾ മാറ്റുന്ന ദൈവം, അനുഗ്രഹം നൽകുന്ന ദൈവം. മക്കളെ പ്രാപിച്ചു, അനുഗ്രഹം പ്രാപിച്ചു. മഴ പെയ്യുകയാ. ദൈവത്തിന്റെ സൗഖ്യം, കൃപയൊഴുകുകയാ. ഒന്ന് സ്തുതിച്ചേ, സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരങ്ങളൊന്ന് ഉയർത്തിക്കുന്നു. സ്തുതിച്ചേ. വിട്ടുകൊടുക്കരുത്, വിട്ടുകൊടുക്കരുത്. ഹാല, 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 ഹാല. ഓ ദൈവത്തിന്റെ ശക്തി. ഹല്ലേലൂയ, ഹാല, ഹാല, ഹാല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബയോപ്സി റിപ്പോർട്ടിൽ ദുഃഖിച്ച് നോക്കിയിരിക്കുന്ന ഒരു വ്യക്തി ഇവിടെയുണ്ട്. ഒന്ന് കൈ ഉയർത്തി പിടിക്കാമോ? മറ്റുള്ളവരെല്ലാം കൈതാത്തിടുക. ബയോപ്സി റിപ്പോർട്ടിൽ ദുഃഖിച്ചിരിക്കുന്ന ഒരു വ്യക്തി ആരെങ്കിലും ഉണ്ടോ? ഒന്നെങ്കിൽ നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളി, കുടുംബത്തിലുള്ള ഏതോ ഒരു വ്യക്തിയുടെ ബയോപ്സി റിപ്പോർട്ട്, ഓപ്പറേഷൻ വേണോ, മെഡിക്കേഷൻ വേണോ, ട്രീറ്റ്മെന്റ് വേണോ, ഇതിനെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ഇടയിലുണ്ട്. ഒന്ന് കൈയുയർത്തി പിടിക്കാമോ? അങ്ങനെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈയുയർത്തി പിടിക്കാമോ? ദൈവം, ആമേൻ. കർത്താവ് ഇതാ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ആ മകന്റെ മേൽ ദൈവത്തിന്റെ കൃപ ഒഴുകിക്കൊണ്ടിരിക്കുകയാ. അത്ഭുതം നടക്കുകയാ. ബയോപ്സിയെ മാറ്റുന്ന ദൈവം, ക്യാൻസർ മാറ്റുന്ന ദൈവം, ജീവനേകുന്ന ദൈവം. സ്തുതിച്ചേ, സ്തുതിക്ക. ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord. ഒന്ന് കൈയടിച്ചേ സന്തോഷത്തോടെ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ഉപേക്ഷിക്കില്ല. ഹല്ലേലൂയ. തുടങ്ങിയിട്ടേ ഉള്ളൂ. തീക്ക് അടിവശത്ത് ഇങ്ങനെ ചെറിയ തീ പിടിപ്പിച്ചിട്ടേ ഉള്ളൂ. ഹല്ലേലൂയ. പോയി ഒന്ന് ചൂട് പിടിച്ചൊരു ചായയൊക്കെ കുടിച്ച് ഓടി വരണം. അവിടെ നിന്ന് വട്ടം കറങ്ങി നടക്കരുത്. ഒന്നും നോക്കണ്ട. പെട്ടെന്ന് പുറകിലുള്ളവര് അതുവഴി ഇറങ്ങി ചായ കുടിച്ച് ഓടി ഇവിടെ വരണം. ഇനി വചനവും അതോടൊപ്പം വലിയ അഭിഷേകത്തിന്റെ പ്രാർത്ഥനയും നടക്കാൻ പോകുകയാണ്. കർത്താവിന് നന്ദി പറഞ്ഞ് ഒരു ഹല്ലേലൂയ പറഞ്ഞ് പെട്ടെന്ന് പോയി വരിക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്യുന്നതന്റെ തണലിലെന്നും വസിക്കുന്നവനായി തീർന്നിടൂ. സർവശക്തനിൽ ആശ്രയിച്ചു നീ അവന്റെ സങ്കേതം പൂവിടൂ. തന്റെ തൂവൽ കൊണ്ടു നിന്നെ അവിടുന്ന്
അഭയമേകി നിന്നെ എന്നും ചിറകിൻ കീഴിൽ ചേർന്നിടും. നിനക്കു കവചവും പരിചയവുമായി രക്ഷയായവൻ നടന്നിടും. നിനക്കു കവചവും പരിചയവുമായി രക്ഷയായവൻ നടന്നിടും. സ്നേഹരാജൻ ലോകനാഥൻ നിന്റെ ബലവും കോട്ടയും. സ്നേഹരാജൻ ലോകനാഥൻ നിന്റെ ബലവും കോട്ടയും. ഭീതി തോന്നും രാത്രിയും പകൽ പറക്കും വസ്ത്രവും. ഭയപ്പെടേണ്ട തളർന്നിടേണ്ട അത്യുന്നതൻ നിന്നെ കാത്തിടും. ഭീതി തോന്നും രാത്രിയും പകൽ പറക്കും വസ്ത്രവും. ഭയപ്പെടേണ്ട തളർന്നിടേണ്ട അത്യുന്നതൻ നിന്നെ കാത്തിടും. വിദഗ്ധ ചുറ്റും ആയിരങ്ങൾ മരിച്ചു വീഴാമീയുലകിൽ. എങ്കിലും നിനക്കു കുഞ്ഞേ അനർത്ഥമൊന്നും വരികയില്ല. അത്യുന്നതന്റെ കനലിലെന്നും വസിക്കുന്നവനായി തീർന്നിടൂ. സർവശക്തനിൽ ആശ്രയിച്ചു നീ അവന്റെ സങ്കേതം പോകിടൂ. ഇരുളിലെ മഹാമാരിയും ഉച്ചവെയിലിൻ വിനാശവും. ഭയപ്പെടേണ്ട തളർന്നിടേണ്ട അത്യുന്നതൻ നിന്നെ കാത്തിടും. ഇരുളിലെ മഹാമാരിയും ഉച്ചവെയിലിൻ വിനാശവും. ഭയപ്പെടേണ്ട തളർന്നിടേണ്ട അത്യുന്നതൻ നിന്നെ കാത്തിടും. നിന്റെ പാദം കല്ലിലെങ്ങും കടത്തി വീഴാതിരിക്കുവാൻ നിന്റെ ദൈവം പൊൻകരങ്ങളിൽ താങ്ങി നിന്നെ കാത്തിടും. അത്യുന്നതന്റെ കനലിലെന്നും വസിക്കുന്നവനായി തീർന്നിടൂ. സർവശക്തനെ ആശ്രയിച്ചു നീ അവന്റെ സങ്കേതം പോകിടൂ. തന്റെ തൂവൽ കൊണ്ടു നിന്നെ അവിടുന്ന് എപ്പോഴും മറച്ചിടും. അഭയമേകി നിന്നെ എന്നും ചിറകിൻ കീഴിൽ ചേർന്നിടും. നിനക്കു കവചവും പരിചയവുമായി രക്ഷയായവൻ നടന്നിടും. നിനക്കു കവചവും പരിചയവുമായി രക്ഷയായവൻ നടന്നിടും. സ്നേഹരാജൻ ലോകനാഥൻ നിന്റെ ബലവും കോട്ടയും.
ബലവും കോട്ടയും. Praise the Lord. Hallelujah. 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 നമുക്കെല്ലാവർക്കും അകത്തേക്ക് കയറി വരാം. പള്ളിക്ക് പുറത്തുള്ള എല്ലാവരും അകത്തേക്ക് കയറേണ്ടതാണ്. വചനത്തിന് ശേഷം അഭിഷേക പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ്. നീ അധികം ശ്രദ്ധയൊന്നും തിരിക്കാതെ കർത്താവിന്റെ മുന്നിൽ നിന്മഹാകൃപയ്ക്കായി നമ്മൾ ദൈവത്തിന് നന്ദി പറയുകയാണ്. ദൈവം നൽകിയ കൃപയും അഭിഷേകവും ചൈതന്യവും നിറയണം. എല്ലാവരും അകത്തേക്ക് കയറി വരാം. പുറകിലൊക്കെ നിൽക്കുന്നവർക്ക് നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ്. എഴുന്നേറ്റാരും നിൽക്കണമെന്നില്ല, അവിടെ തന്നെ ഇരിക്കാം, കുഴപ്പമില്ല. ദൈവത്തിന്റെ മുന്നിൽ നമുക്കൊരു ഓർഡറായിട്ട് എല്ലാം ചെയ്യാം. ഹല്ലേലൂയ. പോരല്ലോ, ഒന്ന് നല്ലപോലെ പറഞ്ഞേ. കർത്താവിൽ ഭാഗ്യനിദ്ര പ്രാപിച്ചെന്നാ തോന്നുന്നേ. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ പറഞ്ഞേ. സൺഡേ സ്കൂളിൽ പോകാത്ത കുഞ്ഞിനോട്, അല്ലെങ്കിൽ വല്ലപ്പോഴേ അവൻ സൺഡേ സ്കൂളിൽ പോവുള്ളൂ, അവനോട് നല്ല സമറിയാക്കാരന്റെ കഥ എഴുതുവാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അവന്റെ ക്ലാസ്സിലെ എക്സാമിന് അവൻ നല്ല സമറിയാക്കാരന്റെ കഥ എഴുതി തുടങ്ങി. അതിങ്ങനെയായിരുന്നു: ഒരുവൻ ജെറുസലേം വിട്ട് ജെറിക്കോയിലേക്ക് യാത്ര പുറപ്പെട്ടു. പോകുന്ന വഴി കൊള്ളക്കാർ അവനെ ആക്രമിച്ചു. തുണ്ടം തുണ്ടമാക്കി അവനെ പലയിടത്തായി വലിച്ചെറിഞ്ഞു. കുറച്ച് കഷ്ണങ്ങൾ നല്ല നിലത്ത് വീണു, കുറച്ച് പാറയുടെ പുറത്തു വീണു, കുറച്ച് കാക്ക കൊത്തിക്കൊണ്ടുപോയി. മിച്ചമുള്ളത് 12 കൊട്ട നിറയെ അവർ ശേഖരിച്ചു. അതിലൊരു കൊട്ട യൂദാസ് 30 വെള്ളിക്കാശിന് വിറ്റു എന്ന് പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ കൃപയാൽ, കർത്താവിന്റെ കൃപയാൽ, ഈ ഒരു പറഞ്ഞതൊരു തമാശയാണെങ്കിലും ഇതുപോലാകരുത് ധ്യാനം. നമ്മൾക്ക് മുന്നിൽ യേശു ജീവിക്കുന്നുണ്ടെന്നും അവനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകില്ല എന്നും എന്റെ ജീവിതത്തിൽ അവൻ ഇന്നു മുതൽ സാക്ഷിയാണെന്നും വാക്കു പറയുന്ന സമയങ്ങളാ. അതുകൊണ്ട് 2 കരങ്ങളും മാറോട് ചേർത്ത്, കണ്ണൊന്നും അടയ്ക്കണ്ട. തൊട്ടടുത്ത് ഭാര്യ ഇരിക്കുന്നെങ്കിൽ ഭാര്യയെ നോക്കാം, തൊട്ടടുത്ത് ഭർത്താവാണ് ഇരിക്കുന്നെങ്കിൽ ഭർത്താവിനെ നോക്കാം. 2 പേരുടെ യേശുവിനെ നോക്കി നമുക്ക് ഈ പാട്ടൊന്ന് കേൾക്കാം. കർത്താവിനെ വിട്ടുകൊടുത്ത് 2 കരങ്ങളും ഒന്ന് മാറോട് ചേർത്ത് പിടിച്ച് ഈ 4 ലൈനൊന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് വരട്ടെ. എല്ലാരും ചേർന്ന് കണ്ണുകളടച്ച് നിന്മഹാ കൃപയ്ക്കാ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിങ്ങൾ പറഞ്ഞേ, നിന്മഹാ പറഞ്ഞേ, കൃപയ്ക്കാ സന്തോഷത്തോടെ പറഞ്ഞേ, നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. വലത് കൈ ഉയർത്തി. നിന്മഹാ കൃപയ്ക്കാ ആമേൻ. നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഹല്ലേലൂയ. നിന്മഹാ കൃപയ്ക്കാ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഒന്നുകൂടെ നിന്മഹാ ചേർന്ന് പറഞ്ഞേ. നിന്മഹാ യേശുവേ. ആമേൻ, ആമേൻ. നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. യേശു, യേശു, യേശു. മഹാകൃപയ്ക്കാ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് സ്തുതിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും
യേശുവേ പാടുകേ. കൈകൾ ഉയർത്തി. ചേർന്ന് ഇരുകരങ്ങളും ഉയർത്തി. യേശു Praise the Lord. Praise the Lord. Hallelujah. 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 നല്ല പോലെ പറഞ്ഞേ Hallelujah. Hallelujah. ധ്യാനം കഴിഞ്ഞ് പോകുമ്പോൾ ഓർക്കുക, ആരോ വിളിച്ചിട്ട് ധ്യാനം കൂടാൻ വന്നെന്ന് കരുതരുത്. SRM നിങ്ങളെ ഇരുകരങ്ങളും വിരിച്ച് പിടിച്ച് SRMന്റെ നെഞ്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നമുക്ക് ഒരുമിച്ച് പടപൊരുതാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്ത പ്രോഗ്രാമിന് ഇതുപോലൊന്നും ആകരുത്. നിങ്ങളുടെ തോളിന് മേൽ വേറൊരാൾ കൂടി ഇരിക്കാൻ പറ്റുന്ന വിധത്തിൽ ശക്തമായി ഇവിടെ മുഴുവൻ ഇനിയും ഡബിളായി നിറയുവാൻ കർത്താവിന്റെ കൃപയാൽ നിറയപ്പെടണം. കൈ ഉയർത്തിയൊന്ന് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ഒരു തീക്കാറ്റായി മാറുവാൻ ദൈവം SRMനെ നിങ്ങളെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേലുണ്ട്. ആ ദരിദ്രരെ, അടിച്ചമർത്തപ്പെട്ടവരെ, തടവുകാർക്ക് മോചനം പ്രഖ്യാപിക്കാൻ ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ട്. കൈകൾ ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ഹോളിന്റെ അവസാനത്തെങ്കിലും ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഒരു കാര്യം ആവശ്യപ്പെട്ടോ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, SRM നിങ്ങളുടെ കൂടെയുണ്ട്. കർത്താവിന്റെ കൃപയാൽ വാക്ക് തരികയാണ്, നമ്മൾ ഒരുമിച്ച് പടപൊരുതും, നമ്മൾ ഒരുമിച്ച് യുദ്ധം ചെയ്യും, നമ്മൾ ഒരുമിച്ച് നേടും, നമ്മൾ ഒരുമിച്ച് നിൽക്കും, ദൈവം നമ്മളെ നിർത്തുമെന്ന് വാക്ക് തരുന്നു. ഹല്ലേലൂയ. ഇത് കൈയടിച്ച് പറഞ്ഞേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരും അനാഥരല്ല, ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ. ഹല്ലേലൂയ. വോളണ്ടിയേഴ്സ് ഒന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. പുറകോട്ടില്ലെന്ന് പറഞ്ഞേ. ഒന്ന് പറഞ്ഞേ. ഞങ്ങളുണ്ടെന്ന് പറഞ്ഞേ. അവനോട് പറഞ്ഞേ. യേശുവേ പറഞ്ഞേ. എല്ലാരും വലതുകരമുയർത്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കേൾക്കത്തില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുകയാണ്, റോമ 8:32, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. വചനം വളരെ വ്യക്തമായി പറയുകയാണ്, സത്യം നിങ്ങൾ അറിയും, ആ സത്യം നിങ്ങളെ സ്വതന്ത്രനാക്കും. യോഹന്നാൻ 8:32 തുടങ്ങുകയാണ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, എനിക്കൊരു ചോദ്യമുണ്ട്. എന്റെ ഉള്ളിൽ വാഴുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് സത്യം? പീലാത്തോസ് യോഹന്നാൻ 18:38 വിളിച്ചു ചോദിച്ചു. വളരെ വലിയ മേലങ്കി അണിഞ്ഞ പീലാത്തോസ്, തലയിൽ തൊപ്പി വെച്ചവൻ, അധികാര കേന്ദ്രം റോമ സാമ്രാജ്യത്തെ കിടുകിട വിറപ്പിക്കുന്ന പീലാത്തോസ്, കീറി മുറിഞ്ഞവൻ, ശരീരത്ത് ഒരു തുണ്ട് വസ്ത്രമില്ലാതെ നിൽക്കുന്നവനെ നോക്കി ചോദിക്കുകയാണ്, എന്താണ് സത്യം? പീലാത്തോസിനുള്ള മറുപടി ദൈവം കൊടുക്കാതെ അങ്ങനെ സുവിശേഷ വചനങ്ങൾ 18-ാം അധ്യായം പൂർത്തീകരിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ.